മോണ്ടിനീഗ്രോ എത്തിയിട്ട് ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾ ഡോർമിറ്റർ നാഷണൽ പാർക്കിലാട്ടോ സ്റ്റേ ചെയ്തത്. ഇതാണ് ഞങ്ങളെടുത്ത കോട്ടേജിന്റെ പേര്. നല്ല അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു. കയറി ചെല്ലുമ്പോൾ വലിയൊരു ഹാളും ടിവിയും വൈഫൈ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യൂട്ടാ. ഇതാണ് സ്റ്റേന്റെ എക്സാക്ട് ലൊക്കേഷൻ. അപ്സ്റ്റേഴ്സിലായിരുന്നു ബെഡ്റൂംസ് ഒക്കെ. ഒരു 6-7 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ഒന്ന് സ്റ്റേ അടിക്കാട്ടാ. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് തന്നെയാട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 85 യൂറോ വന്നുള്ളൂ ഞങ്ങൾക്ക് 4 ആൾക്കാർക്ക്. താഴെ ഹാളിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡൈനിങ് ടേബിളും കിച്ചണും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ആവാട്ടാ. ബാത്റൂമും അത്യാവശ്യം സ്പേഷ്യസ് തന്നെയായിരുന്നു കേട്ടോ. വണ്ടി ഓടിച്ചു വന്ന നല്ല ക്ഷീണമുള്ളതുകൊണ്ട് വേഗം കടന്നു. പക്ഷെ രാവിലെ എണീറ്റിട്ടുള്ള വ്യൂ അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, രാവിലെ എനിക്ക് വിൻഡോന്റെ പുറത്തോട്ട് നോക്കിയപ്പോൾ വ്യൂ ആയിരുന്നു അത്. മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്ന മലകളായിരുന്നു ചുറ്റും. നെറ്റിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോഫി ഇട്ടിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. കോഫി എടുത്ത് പുറത്ത് പോയിരുന്നു ഈ വ്യൂ കണ്ടിരുന്ന് കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. Booking.com ഞങ്ങൾ ഈ കോട്ടേജ് ബുക്ക് ചെയ്ത്. ഡോർമിറ്റർ നാഷണൽ പാർക്കിൽ ഈ കോട്ടേജ് എടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന പൈസക്ക് വെറുത്തായി തോന്നൂട്ടാ നിങ്ങൾക്ക് എന്തായാലും. രാവിലെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് വണ്ടി എടുത്ത് ബ്ലാക്ക് ലേക്കിലോട്ട് വിട്ടുട്ടാ. 5 യൂറോ ആണ് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ഈ ബ്ലാക്ക് ലേക്ക് ഡോർമിറ്റർ നാഷണൽ പാർക്കിന്റെ മൗണ്ടൻസിലാട്ടോ സിറ്റുവേറ്റ് ചെയ്യണേ. ഈ ലേക്കിന് ചുറ്റും മൊത്തം പൈൻ ഫോറസ്റ്റ് ആയിരുന്നു കേട്ടാ. സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുള്ളൂ. അതുകൊണ്ട് മൗണ്ടൻസ് ഒക്കെ മൊത്തം മഞ്ഞ് നിറഞ്ഞ് മൂടി കിടക്കായിരുന്നു കേട്ടാ. ഇനി കാണാൻ പോണ സ്ഥലങ്ങളും കഴിക്കാൻ പോണ ഫുഡൊക്കെ അടുത്ത വരുന്ന വീഡിയോസിൽ കാണിക്കാട്ടാ. അതിനുവേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ.